അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അന്നവിടെ ഇസഹാക്ക് പാർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ കാലത്തൊരു ക്ഷാമം, ഇതാ വീണ്ടും തൻ്റെ മകൻ്റെ ജീവിതത്തിലും ഒരു ക്ഷാമം. തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷാമം. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ക്ഷാമത്തിലൂടെ കടന്നുപോയവരാണ്. അവരെല്ലാവരും കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. ഇന്ന് നിങ്ങൾ ക്ഷാമത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഇന്ന് നിങ്ങൾ കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. വിശേഷാൽ ദൈവഭക്തന്മാർക്ക്, ദൈവത്തെ സേവിക്കുന്നവർക്ക് കഷ്ടത വന്നിട്ടുണ്ട്. ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, യഹോവ അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നീ ഈ ദേശത്ത് തന്നെ താമസിക്കണം. ഇവിടെ നിന്ന് നീ മിസ്രൈമിലേക്ക് പോകരുത്. എനിക്കറിയാം ഇവിടെ ക്ഷാമമാണെന്ന്. എനിക്കറിയാം ക്ഷാമം ഒരു കഷ്ടതയാണെന്ന്. എനിക്കെല്ലാം അറിയാം. എങ്കിലും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇവിടം വിട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദത്തോട് ഇസഹാക്ക് പ്രതികരിച്ചു. ദൈവം വീണ്ടും അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇപ്പൊ ദൈവം എന്തിനാണ് ഇവിടെ നിന്ന് മാറരുതെന്ന് പറഞ്ഞത്? ദൈവം എന്തിനാണ് ഇസഹാക്കിനോട് ഈ ക്ഷാമകാലത്ത് ഇവിടം വിട്ടു പോകരുതെന്ന് പറഞ്ഞത്? ദൈവത്തിന് അവൻ പാർക്കുന്ന മണ്ണിൽ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. ഇന്ന് അവൻ ക്ഷാമം അനുഭവിക്കുകയാണ്. നാളെ അതേ മണ്ണിൽ അവൻ ഞെരങ്ങിയ, നിന്ദിക്കപ്പെട്ട, തകർക്കപ്പെട്ട മണ്ണിൽ അവന് ദൈവത്തിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില നാളുകൾ ആ ക്ഷാമകാലത്ത് ആ പട്ടണത്തിൽ അവൻ പിടിച്ചു നിന്നപ്പോൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ആ മണ്ണിൽ വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് ദൈവം കൊടുത്തു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്, പിന്മാറരുത്. ദൈവമെല്ലാം കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു കഷ്ടകാലമുണ്ട്, ഒരു ക്ഷാമകാലമുണ്ട്. നിങ്ങൾ ആത്മീകമായി സാന്നിധ്യം അനുഭവിക്കാതെ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ അതൊരു ക്ഷാമമാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. എന്തിനാണ് മാൻ നീർത്തോടിലേക്ക് ചെല്ലുന്നത്? വെള്ളം കുടിക്കാനാണ്, വെള്ളത്തിനായിട്ടുള്ളൊരു ദാഹം. എന്നാൽ ഭക്തൻ പറയുന്നു, എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ദാഹം ആത്മാവിലാണ്. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കും. ഇവിടെ ഇതാ ഒരു ക്ഷാമം, സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു കൊതി. നിങ്ങളുടെ വിഷയം ആത്മീകമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഭൗതികമാണെങ്കിൽ, സാമ്പത്തികമാണെങ്കിൽ, ഈ ഇസഹാക്കിൻ്റെ ജീവിതത്തിലൂടെ ദൈവം പറയുന്നു, അതേ ക്ഷാമകാലത്ത് അവൻ പാർക്കുന്ന അതേ മണ്ണിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. വെയിറ്റ് ചെയ്യുക. ക്ഷാമകാലത്ത് പിറുപിറുക്കാതെ, പിന്മാറിപ്പോകാതെ പിടിച്ചു നിൽക്കുക. യഹോവ ഭക്തനായിരിക്കുക. നിന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.